അപ്പോൾ പിന്നെ വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ ഒരു ലൈക്കും സബ്സ്ക്രൈബും പ്രതീക്ഷിച്ചുകൊണ്ട് സ്റ്റോറീസ്. ഹലോ, അപ്പോൾ ഇന്നത്തെ പരിപാടി ഒരു കേക്ക് മേക്കിംഗ് വീഡിയോ ആണ്. പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഫുള്ള് കേക്ക് മേക്കിംഗ് വീഡിയോ ആണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ആക്ച്വലി എന്താ നടന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് ട്രിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഈവനിങ് കഴിക്കാൻ കയറിയ ഒരു കഫേ ആയിരുന്നു ഇത്. സോ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം സ്വാഭാവികമായും ലേറ്റ് ആയതുകൊണ്ടും ഞങ്ങൾ ഈ കേക്ക് മേക്കിങ്ങിൻ്റെ വീഡിയോയുടെ അടുത്താണ് ഞങ്ങൾ ഇരുന്നതുകൊണ്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ഹിന്ദി പുള്ളിയാണ്. അപ്പോൾ നമുക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട് പ്രശ്നമില്ല. പുള്ളിക്കാരൻ അത് മേക്ക് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്തതായിരുന്നു. പുള്ളിക്കാരൻ കുറച്ച് അനേകം ഫ്ലേവേഴ്സ് മേക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ ചോക്ലേറ്റ്, ബ്ലൂബെറി, വാനില, ഹണി, വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ്, ബട്ടർ സ്കോച്ച് അങ്ങനത്തെ പോലത്തെ കുറേ ഫ്ലേവേഴ്സ് പുള്ളിക്കാരൻ ഓൾറെഡി മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ വാനിലയൊക്കെ. വെച്ചിട്ടുള്ളതും പിന്നെ പുള്ളിക്കാരൻ 2-3 നമുക്ക് വേണ്ടി എന്നല്ല കടയിലത്തേക്ക് വേണ്ടി പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. നമ്മളൊന്നും മിസ്സാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്കൊരു ചോക്കോ ആൽമണ്ടിൻ്റെ ഒക്കെ പുള്ളിക്കാരൻ ചെയ്യുമ്പം അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്ലൂബെറി ആയിരിക്കാം. ഞാൻ പേരൊന്നും ചോദിക്കാൻ പോയില്ല. പുള്ളിക്കാരൻ്റെ നെയിമെന്ന് പറയുന്നത് നിസാമാണ്. പുള്ളിക്കാരൻ ചോദിച്ചു, അത് മാത്രം മനസ്സിലായി. പിന്നെ ഫുൾ അങ്ങോട്ട് ഹിന്ദി ആയിരുന്നു. ഏത് ഫ്ലേവറാണെന്നോ ഏത് കേക്ക് എങ്ങനത്തെ കേക്ക് എന്ന രീതിയിലൊക്കെ ചോദിക്കാൻ വേണ്ടിയുള്ള വീഡിയോസ് നമുക്ക് അത്രത്തോളം വന്നില്ല. കാരണം പുള്ളിക്കാരൻ ചോദിച്ച് മനസ്സിലാക്കി ഞാൻ തിരിച്ച് ഇതിലോട്ട് പറഞ്ഞു പറഞ്ഞെങ്കിൽ ഞാൻ അത്ര ഹിന്ദി അറിയണത് ആളായിരിക്കണം. പക്ഷെ എനിക്ക് പറ്റിയില്ല. അതിനോട് ക്ഷമിക്കുക. തൽക്കാലം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു ഇതിൻ്റെ മേക്കിംഗ് മാത്രം കണ്ടിരിക്കുക. പക്ഷേ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിൽ ഞാൻ ഈ കേക്ക്സിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസും കേക്ക്സിൻ്റെ റേറ്റ് ഉൾപ്പെടെ ഞാനിതിൽ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഈ കഫേയെ പറ്റി പറയാനാണെങ്കിൽ ഇവിടെ ആക്ച്വലി ഒരു ബേക്കറി പ്ലസ് കഫേ ഡൈനിങ് എന്ന രീതിയിലുണ്ട്. അതായത് ബർഗർ, പിസ്സ അങ്ങനത്തെ രീതിയിൽ ഐറ്റംസൊക്കെ നല്ല രീതിയിൽ നെയ്യാറ്റിൻകരയിൽ കുറച്ച് കൊള്ളാവുന്ന ഒരു കഫേ എന്ന രീതിയിൽ നമുക്ക് പറയാം. കഫേയുടെ പേരും ലൊക്കേഷനും ഞാൻ ലാസ്റ്റ് രേഖപ്പെടുത്താം. ഞാനും വൈഫും കൂടെ ആയിരുന്നു പോയത്. ആക്ച്വലി ക്രീം ബണ്ണ് വാങ്ങാനാണ് പോയത്. ക്രീം ബണ്ണ് വാങ്ങി എന്നിട്ട് അവിടെ നിന്ന് ലൈം കുടിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇവർ പുള്ളിക്കാരൻ മേക്ക് ചെയ്യുന്ന വിധം കണ്ടായിരുന്നു. പിന്നെ അങ്ങ് അത് വീഡിയോയിലോട്ട് എടുത്തായിരുന്നു. അങ്ങനെ ഓരോ കേക്കായിട്ട് നമ്മളുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഓൾറെഡി ഒരു 4-5 സെറ്റ് അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഞങ്ങൾ വന്നതിന് ശേഷം പുള്ളിക്കാരൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു 3-4 ഐ തിങ്ക് അത്രയും ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. അത്രയും പെർഫെക്ഷനോടെയും കറക്റ്റ് പുള്ളിക്കാരൻ അത് ഉണ്ടാക്കുന്ന കാണാൻ നല്ല രസമാണ്. പിന്നെ നമ്മുടെ ക്യാമറയ്ക്കൊത്ത്, അതായത് എൻ്റെ ഫോണിലാണല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള ക്ലാരിറ്റി ഇതിൽ കിട്ടത്തുള്ളൂ. അതിനനുസരിച്ച് ഞാൻ ഇതെല്ലാം കൂടെ തട്ടിക്കൂട്ട് പരിപാടിയ രീതിയിൽ വീഡിയോ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഓർഡർ ഇതുവരെ എത്താത്തത് കൊണ്ടാണ് ഞങ്ങൾ കൂടുതലും ഇതിൽ ഫോക്കസ് ആയിട്ട് ചെയ്തത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ താഴെ, അതായത് ഇത് ഒരു ഫസ്റ്റ് ഫ്ലോറാണ്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇവരുടെ ബേക്കറി വരുന്നത്. ബേക്കറി എന്ന് പറയുമ്പം നിങ്ങൾ കാണുന്ന പോലെ നോർമൽ തിങ്സും ആൻഡ് പേട അതേപോലത്തെ കാര്യങ്ങൾ. ഇത്രയും കേക്ക് ഓൾറെഡി മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പം നമ്മൾ താഴെ വന്നപ്പോൾ ഓൾറെഡി മേക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന കേക്ക് താഴെ കൊണ്ട് വെച്ചിട്ടുമുണ്ട്. ഇതെല്ലാം ഇവിടെ ആക്ച്വലി ക്രീം ബണ്ണ് ഫേമസ്, അല്ലെങ്കിൽ ക്രീം ബണ്ണ് നമ്മൾ തപ്പി നടന്ന കഥയിൽ കുറച്ചും കൂടെ നല്ല ഇതാണെന്ന രീതിയിൽ അറിഞ്ഞാണ്. ഇതിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യാറ്റിൻകരക്കാർക്ക് അറിയാവുന്നത് പൂവാർ റോഡ്, നമ്മുടെ അമ്മങ്കോട് ഉത്സവം നടക്കുന്ന അമ്മങ്കോലില്ലേ, അമ്മങ്കോലിൽ നിന്ന് നമ്മുടെ പൂവാർ റോഡിലോട്ട് പോകുന്ന ബി കേക്ക് എന്ന ഒരു ബേക്കറി പ്ലസ് കഫേയാണ്. ബ്രോസ്റ്റഡ് ആൻഡ് പിസ്സ, ബർഗർ അതേപോലത്തെ നൈസ് പരിപാടിയെല്ലാം കിട്ടും. ഇവിടെ മെനുവും താഴെ വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ്. വാങ്ങിച്ച് നമുക്ക് താഴെ വെച്ചത് അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് നമുക്ക് ഡൈനിങ് ഉണ്ട്. ആരും മിസ്സാക്കരുത്, പോയി കഴിക്കുക.